ആദിശേഷനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല? തീർത്തും ദിഗ്വിജയ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിന്റെ മരണത്തെ നീ തന്നെ വിളിച്ചു വരുത്തുന്നത് പോലെയാവും. ഒരു ജന്മത്തിൽ ഈ കൈകൊണ്ട് കൊന്നുകളഞ്ഞവനെ മറുജന്മത്തിലും കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആഹാ, അത്ര വലിയ ശക്തിയുണ്ടോ നിനക്ക്? അവനെ എതിർത്ത് നിൽക്കാൻ മാത്രമല്ല, അവനെ കൊന്നുകളയാനും എനിക്ക് സാധിക്കും. യാ അല്ലാഹ്, നീ ചിന്തകളിലാണ് ജീവിക്കുന്നത്. അവനെ കൊല്ലാനല്ല, അവനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു നോക്ക്. അവന്റെ യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ എന്നോട് വിളമ്പാൻ നിൽക്കണ്ട. വീമ്പിളക്കാതെ വിളിക്കാൻ നോക്കവനെ. അല്ലാഹു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വിളിക്കാം, നീ കണ്ടോ? എന്റെ ദൈവത്തെ സംശയിച്ചവനല്ലേ നീ? ഇനി കണ്ടോ വരുന്നതെന്താണെന്ന്. ഇന്ന് എനിക്ക് എന്തായാലും എന്റെ ആദിശേഷനെ കിട്ടും. അവസാനം 23 വർഷങ്ങളായിട്ടുള്ള എന്റെ പ്രയത്നം ഫലം കാണാനുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞയച്ച ശക്തി ഇപ്പോൾ ആദിശേഷനിൽ ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ എന്റെ മുമ്പിൽ നിന്നും അഹങ്കരിക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ നിന്റെ കണ്ണുകളിൽ കാണുന്നു ഞാൻ ഭയം. ആദിശേഷ, നിന്നെ കാണാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വെക്കുന്ന ഓരോ ചുവടുകൾക്കും ഓരോ മൈൽ ദൂരമാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നിന്നെ കാണാൻ പറ്റുമെന്ന സന്തോഷവും നമ്മൾ ഒരുമിക്കാൻ പോകുന്ന നിമിഷവും ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ആദിശേഷൻ വരുന്നുണ്ടോ? വന്നോ? സമാധാനിക്ക്. വരുന്നുണ്ട് ആദിശേഷൻ. അല്പസമയത്തിനുള്ളിലെത്തും. നിന്റെ മരണം അടുത്തു കഴിഞ്ഞു. കൊള്ളാം തവക്കൽ റഹ്മാൻ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ആദിശേഷനെ കൊന്നിട്ട് 23 വർഷങ്ങൾ സമാധാനമായി ഞാൻ ജീവിച്ചു. ഈ വർഷമാണ് എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്നാണോ ആദിശേഷൻ മറുജന്മമെടുത്ത കാര്യം ഞാൻ അറിഞ്ഞത്, അന്നു മുതൽ എനിക്ക് ശരിക്കുറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവനെ തേടാത്ത സ്ഥലങ്ങളില്ല. അറിയോ നിങ്ങൾക്ക്? എനിക്കെല്ലാം അറിയാം. മനുഷ്യനാണെന്ന് കരുതി അവനെ കണ്ടെത്താനുള്ള കഴിവ് എനിക്കില്ലാന്ന് വിചാരിക്കണ്ട. എന്റെ കയ്യിലുള്ള അസ്ത്രത്തെപ്പറ്റി നിങ്ങൾക്കറിയില്ല. ഓഹോ, ഏതസ്ത്രമാ നിന്റെ അടുത്തുള്ളത്? എന്റെ മകൻ ത്രിശൂൽ. ത്രിശൂൽ? ഇച്ഛാധാരി നാഗമായ അമൃത മരിക്കുന്നതിന് മുമ്പ് എന്നോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആദിശേഷനെ കാണിച്ചു തരാൻ പോകുന്നത് ത്രിശൂലായിരിക്കുമെന്ന്. അതെന്തായാലും കൊള്ളാം. ത്രിശൂൽ നിനക്ക് ആദിശേഷനെ കാണിച്ചു തരുമെന്നോ? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? എന്റെ മകൻ ആദിശേഷനെ കാണിച്ചു തരില്ല എന്നാണോ? കാണിച്ചു തരുമായിരിക്കും. എന്നാൽ അപ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവില്ല.
നീ മരണക്കിടക്കയിലായിരിക്കും. നിന്റെ മകൻ നിന്നെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും. എന്താ അതിന്റെ അർത്ഥം? എന്റെ മകന്റെ മുമ്പിൽ വെച്ച് ഞാൻ മരിക്കുമെന്നാണോ? വീണ്ടും എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? നിനക്കുള്ള ഭവിഷ്യത്ത് ഞാൻ കൺമുൻപിൽ കാണുന്നു, അതിനാണ് ചിരിച്ചത്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഇതുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്റെ കയ്യിലുള്ള മറ്റൊരു ശക്തിയും അത്രയ്ക്ക് ചെറുതൊന്നുമല്ല. നാഗമാണിക്യത്തിന്റെ ശക്തി. ഓഹോ, അപ്പോൾ നീ നാഗമാണിക്യത്തിന്റെ സംരക്ഷണത്തിലാണോ? ഞാനത് എപ്പോഴേ കൈവശപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിപ്പോൾ എന്റെ സംരക്ഷണയിലാണ്. നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നേടിയെടുക്കും ഞാൻ. അറിയില്ലേ നിങ്ങൾക്ക്? നോക്ക്, എന്നെ സൂക്ഷിച്ചു നോക്ക്. എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. എന്നെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല നിങ്ങൾക്ക്? എന്റെ ഈ കണ്ണുകളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ? നോക്ക്. ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ച് കണ്ണിൽ വേദന മാത്രം തിങ്ങുന്ന നിമിഷം അടുത്തെത്തിക്കഴിഞ്ഞു. ആദിശേഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദർഗയുടെ പടിവാതിക്കലെത്തി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെയെത്തും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കുന്ന നിമിഷം തൊട്ടടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനായി കാത്തിരുന്നു നീ. വരട്ടെ, വരട്ടെ. ആരുടെ ശ്വാസമാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. ആദിശേഷ, വാ. എവിടെയാണ് എന്റെ ആദിശേഷൻ? വീട്ടിനകത്താണോ ഉള്ളതിനി? അപ്പോ ത്രിവിക്രം വീട്ടിലേക്ക് വന്നതാണോ? എനിക്കിപ്പോ തന്നെ അവനെ കണ്ടേ പറ്റൂ. അവനിപ്പോ പഴയതെല്ലാം ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്നെ കണ്ട ഉടനെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും അവൻ. ആദിശേഷ, ആദിശേഷ, എന്റെ ആദിശേഷൻ നാഗരൂപത്തിൽ തന്നെ. ഒടുവിൽ 23 വർഷങ്ങൾക്ക് ശേഷം ഇത് എന്റെ പോരാട്ടങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു. എന്റെ ആദിശേഷനെ നാഗരൂപത്തിൽ തന്നെ എനിക്ക് കിട്ടി. ആദിശേഷ, ആദിശേഷൻ എങ്ങോട്ടായി പോകുന്നേ? ഞാൻ വന്നത് അവൻ അറിഞ്ഞിട്ടില്ലേ? ഇനി എന്നെ അന്വേഷിച്ചു പോകുമായിരിക്കും. ആദിശേഷ, ആദിശേഷ, ഞാൻ ഇവിടെ ഉണ്ട്. ഇതെന്താ ഇത്? ഞാൻ വിളിച്ചിട്ട് അവൻ നോക്കാതെ പോവാണല്ലോ. അവൻ കേട്ട് കാണില്ലേ? ആദിശേഷ, ആദിശേഷൻ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ വന്നത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. വേണ്ട, ഞാൻ നാഗരൂപത്തിൽ അവനെ പിന്തുടരുന്നതാണ് നല്ലത്. ആദിശേഷ, ആദിശേഷ, അവിടെ നിൽക്കൂ. ആദിശേഷ, ആദിശേഷ, അവിടെ നിൽക്ക്. ആദിശേഷ, 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 അവിടെ നിൽക്കൂ. ആദിശേഷ, അവിടെ നിൽക്കൂ. ആദിശേഷ, ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ആദിശേഷ,
ആദിശേഷൻ മനുഷ്യരൂപത്തിലായിരിക്കുകയാണ്. എനിക്ക് അവനെ കണ്ടേ പറ്റൂ. ആദിശേഷ, ആദിശേഷ അവിടെ നിൽക്ക്. ആദിശേഷ, ആദിശേഷ നിൽക്ക്. ആദിശേഷ, അയ്യോ എവിടെ പോയി, എവിടെ പോയി അവൻ? ആദിശേഷ, അല്ല ഇവിടെ ഉണ്ടല്ലോ. ആദിശേഷ നിൽക്ക്. ആദിശേഷ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ആദിശേഷനെ കാണാൻ കഴിയാത്തത്? എവിടെ? ആദിശേഷ, ആദിശേഷ നിൽക്ക്. അയ്യോ വീണ്ടും അവൻ എങ്ങോട്ടാ പോയത്? ആദിശേഷ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ ആദിശേഷ? ഞാൻ എവിടെയായിരുന്നാലും എന്റെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടി വരുമായിരുന്നല്ലോ നീ. പക്ഷെ ഇപ്പോ ഞാൻ നിന്റെ പുറകെ നടന്ന് നിന്നെ വിളിച്ചിട്ടും നീ കേൾക്കുന്നേ ഇല്ലല്ലോ ആദിശേഷ. എന്താണ് ആദിശേഷ? എന്റെ വിളി നിനക്ക് കേൾക്കാനാവുന്നില്ലേ ആദിശേഷ? ഇത്രയും വർഷം നീ ഇല്ലാതെ ഞാൻ അനുഭവിച്ച വേദനകൾ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? ദയവ് ചെയ്ത് ഒരു പ്രാവശ്യം എന്റെ മുന്നിലേക്കൊന്ന് വരും. ഒരു വട്ടം മാത്രം എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാം. ആദിശേഷ, ആദിശേഷ എവിടെയാണ് നീ? ആദിശേഷ, 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 ആദിശേഷ നിൽക്ക്. മറ്റാരോ ചെയ്യുന്ന മായാജാലം കൊണ്ട് ഏത് സർപ്പവും മനുഷ്യരൂപത്തിലേക്ക് മാറേണ്ടി വരും. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് രൂപം മാറിയതല്ലേ അവൻ? ആദിശേഷ, ആദിശേഷ, ഇതേതാ ഈ സ്ഥലം? ഏതോ പഴയ കാലത്തെ മന്ദിരം പോലെ ഉണ്ടല്ലോ. ആദിശേഷൻ ഇങ്ങോട്ട് എന്തിനാ വന്നത്? ആദിശേഷ, ആദിശേഷ, അല്ല എന്താ ഇത്? എനിക്കിവിടുന്ന് മുന്നോട്ട് പോവാനാവുന്നില്ലല്ലോ. പക്ഷെ ആദിശേഷൻ മാത്രം മുന്നോട്ടേക്ക് പോയി. അതെങ്ങനെ സാധിക്കും? വന്നു വന്നു ആദിശേഷൻ വന്നിരിക്കുന്നു. എവിടെ എവിടെ ആദിശേഷൻ? കേൾക്കുന്നില്ലേ? അവന്റെ കാലടികളുടെ ശബ്ദം കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ നീ? കേൾക്കുന്നില്ലേ? കേട്ടോ? കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ കൈകളാൽ കൊല്ലപ്പെട്ട ആദിശേഷനാണത്. അവന്റെ കാലച്ചയാണ് കേൾക്കുന്നത്. വരട്ടെ, അവന്റെ മുഖമാണ് എനിക്ക് കാണേണ്ടത്. വാ 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 ആദിശേഷ, വാ. യാ ബിസ്മില്ലാഹിർ റഹ്മാനിർ യേ റഹ്മാൻ യാ അലി. ആദിശേഷൻ വന്നില്ലല്ലോ. കാലടി ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. അവനെ കാണാൻ അത്രയ്ക്ക് തിടുക്കമായോ നിനക്ക്? എന്നിൽ വിശ്വാസമുണ്ടോ നിനക്ക്?
ഉണ്ടോ? വിളിക്കവനെ ഇങ്ങോട്ട്. ആദിശേഷ, നോക്ക്, ഇവനാണ് ആദിശേഷൻ. നാഗമാണിക്യം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊന്നുകളഞ്ഞില്ലേ? ആ ആദിശേഷനാണിവൻ. എന്താ ഇങ്ങനെ നോക്കുന്നത്? പേടിയാകുന്നുണ്ടോ? ഇവൻ നാഗരൂപത്തിൽ എന്താ വന്നിരിക്കുന്നത്? മനുഷ്യരൂപത്തിൽ വരാൻ സാധിക്കില്ലേ? അതെ, അവൻ മനുഷ്യരൂപത്തിലാണുള്ളത്, മനുഷ്യരൂപത്തിൽ തന്നെയാണ് വന്നതും. അവനോട് പാമ്പിന്റെ രൂപത്തിൽ വരുവാൻ പറഞ്ഞത് ഞാനാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എനിക്കിവന്റെ മുഖം കാണണം. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ നീ ഉണ്ടാവില്ല. ഇവനോട് പോരാടി ജയിച്ച് ഇവനെ കൊന്നുകളഞ്ഞവനാണ് ഞാൻ. ഇവന്റെ മുഖം കണ്ടാൽ ഞാൻ ഇല്ലാതാവുമെന്നോ? ഇല്ലാതാവാൻ പോകുന്നത് ഈ ഞാനല്ല, ഈ ആദിശേഷനാണ്. എന്നെ കൊന്നവൻ വീണ്ടും കൊല്ലാൻ വന്നല്ലോ എന്നോർത്ത് ഭയക്കുകയായിരിക്കും ഇവൻ. എനിക്കിവന്റെ മുഖം കാണണം. ഏയ് ആദിശേഷ, ആരാണ് നീ? നിനക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ. എന്റെ സമ്മതമില്ലാതെ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവൻ അബോധാവസ്ഥയിലാണ്. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല. ഇതെല്ലാം എന്റെ ശക്തിയുടെ പ്രഭാവമാണ്. എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുഖം കാണിക്കാൻ പറ. സാധ്യമല്ല. നിങ്ങളത് ചെയ്തേ പറ്റൂ. ഏയ്, ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പൊ തന്നെ കൊല്ലും ഞാൻ. കൊല്ലന്നെ, കൊല്ലാനാ പറഞ്ഞേ. ഏയ്, നിങ്ങളുടെ ജീവനാണോ വലുത്? ആദിശേഷന്റെ രൂപമാണോ വലുത്? അതെ, ആദിശേഷന്റെ രൂപമാണ് എനിക്ക് മുഖ്യം. എങ്കിൽ നിങ്ങളെയും ഞാൻ കൊല്ലും, ഈ ആദിശേഷനെയും കൊല്ലും. എനിക്കിവന്റെ ജീവൻ വേണം. ഈ നിൽക്കുന്നവൻ ആരായിരുന്നാലും ശരി, എന്റെ ശത്രു തന്നെയാണിവൻ. ത്രിശൂൽ, ശിവാനി, മോം, അവരെവിടെയെങ്ങും ഇല്ല, പുറത്തെവിടെയോ പോയിരിക്കോ. ഈ സമയത്തോ? തനീഷ, നീ അവരെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല മോം, ചിലപ്പോ അവര് വാക്കിങ്ങിന് പോയതായിരിക്കും. വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ? അയ്യോ ചേച്ചിക്ക് അവനെ പറ്റി അറിയില്ലേ? അല്ല, പട്ടിയുടെ പാൽ എത്ര കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞല്ലേ ഇരിക്കുള്ളൂ. ഗോവിന്ദ, നീ ഒന്ന് അവിടെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ശരി, വിട്. അല്ല, മരുമ വന്നല്ലോ. മരുമനെ വാട. ഏയ് മരുമൻ. ത്രിവിക്രം, എന്താ മോനെ ഇത്? അല്ല, ഞങ്ങള് കാര്യമായിട്ടൊരു കാര്യം ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ ഇതൊന്നും കാണുന്നില്ലേ? വെറുതെ അങ്ങ് പോവാണല്ലോ. സോറി മുത്തശ്ശി, ഞാൻ വേറെന്തോ ആലോചിച്ച് നടന്നു പോയതാ. അല്ല, എന്താ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? അവനെ കാണാനില്ല. ശിവാനിയോ? രണ്ടുപേരെയും കാണാനില്ലെന്നേ.